എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ പോകുന്നത് ഇന്ന് അത്തം അല്ലേ. അപ്പം അത്തത്തിന് വീട്ടിൽ ചെറിയൊരു പൂക്കളം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാനും മക്കളൊക്കെ കുളിച്ച് റെഡിയായി പൂക്കളം ഉണ്ടാക്കാനുള്ള പൂ പറിക്കാൻ പോവാണ് കേട്ടോ. ഇത് കൺമണി ആദ്യമായിട്ട് ഇടുന്ന അത്തക്കളാട്ടോ. നേരത്തെ കൺമണി കുഞ്ഞല്ലേ, അപ്പോഴൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചതായതുകൊണ്ട് ഓണം ഉണ്ടായില്ല, അതുകൊണ്ട് അത്തക്കളമൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവളെ കൊണ്ട് എല്ലാം ചെയ്യിക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാനിങ്ങനെ ചെയ്യിക്കുന്നതാണ്. അവളെല്ലാം ചെയ്യാനും ഭയങ്കര മുന്നിൽ നിന്നിട്ട് എല്ലാം എൻ്റെ കൂടെ നിന്ന് ചെയ്തും തരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ തുമ്പപ്പൂ വെച്ചിട്ടാണ് ഇന്ന് അത്തക്കള ഇടേണ്ടത് ആദ്യത്തെ ദിവസം. പക്ഷെ തുമ്പപ്പൂ ഒന്നും അന്വേഷിച്ചിട്ട് ഒട്ടും കിട്ടിയില്ല. അപ്പൊ പിന്നെ കിട്ടിയ കുറച്ച് വെള്ളപ്പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാണ്. കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഓർമ്മകളാണ് അല്ലേ. വലുതാവുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ആ ഒരു സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് അങ്ങനെ അവരുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ ഒരു ഓർമ്മകളൊക്കെ കൊടുക്കുന്നതാണ് അല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാട്ടോ ഞാൻ ഇവരെ കൂട്ട് വിളിച്ചിട്ട് ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ആ ഒരു ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അപ്പൊ അതെന്റെ മക്കൾക്കും കിട്ടണം, അവരും ഈ വലുതാവുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. പിന്നെ അതിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമല്ലേ. എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചൊരു കാര്യം ചെയ്യുന്നത് ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും. അങ്ങനെ ഒരു കൂട്ടായ്മയും ഒരു ഒരുമയൊക്കെ അവർക്കും കൂടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാട്ടോ ഞാൻ ഇതൊക്കെ അവരെ കൂടി കൂട്ടി ചെയ്യുന്നത്. അങ്ങനെ വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ചെറിയൊരു കളം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടാ. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ കളർ കൂടി 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 വലിയൊരു അത്തക്കൾ ഇടണമെന്നാട്ടോ എൻ്റെ ആഗ്രഹം. ഇനി എല്ലാ ദിവസവും പൂക്കൾ ഇടണമെന്നും ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, അത് വരുന്നത് പോലെ വരട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോകട്ടെ. അത് ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ച ഇവിടുത്തെ അമ്പലത്തിൽ പ്രത്യേകതയുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഇത് ഗണപതി അമ്പലത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ഇന്ന് കഞ്ഞിയൊക്കെ ഉണ്ട്. കഞ്ഞി, പയർ, പായസമൊക്കെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. എങ്ങും ഞാൻ ഇതുപോലെ ടേസ്റ്റിൽ കഞ്ഞി കുടിച്ചിട്ടില്ല. മെയിനായിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞി കുടിക്കലാണ് കേട്ടോ. പിന്നെ ഇന്ന് ഇവിടെ ഭയങ്കര വലിയൊരു മഹാഗണപതി ഹോമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങാനൊക്കെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിതാ തൊഴുത് ഇനി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അമ്പലത്തിൽ രാവിലെ വന്നൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലുള്ള ആ ഒരു എന്താ സങ്കടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ മാറിയിട്ട് എന്തോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു വൈബിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാനും കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇരിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞതാ ഇനി ഞങ്ങൾ കഞ്ഞി മേടിക്കാൻ പോകണം കേട്ടോ. നല്ല തിരക്കാട്ടോ, നല്ല ക്യൂ ആയിരുന്നു. ഇന്ന് ഈ ഗണപതി ഹോമം ഉള്ളത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ വാങ്ങി. കഞ്ഞി, പയർ, പച്ചക്ക തോരനോ എന്തോ ഒരു തോരനും കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് ഇന്ന്. പിന്നെ നെല്ലിക്കയുടെ അച്ചാറുണ്ട്, പിന്നെ നെയ്പായസം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. നല്ല ടേസ്റ്റാണേ, കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞതാ ഇത്രയും തിരക്കുണ്ട് കേട്ടോ കഞ്ഞി കുടിക്കണം അവിടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞതാ